കേരള നിയമസഭ സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ ഇരട്ടത്താപ്പുകളിലൊന്ന് കുട്ടനാടിൻ്റെ ജീവതാളമായ ചമ്പക്കുളം മൂലം വള്ളംകളിക്ക് അവധി ചോദിച്ച MLAയോട് സഭയിൽ വെച്ച് പരിശോധിക്കാമെന്ന് പറയുക, നിമിഷങ്ങൾക്കകം മൈക്ക് ഓഫ് ചെയ്യാൻ മറന്ന കാര്യം ഓർക്കാതെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് തറപ്പിച്ചു പറയുക. മൂലം വള്ളംകളി ദിവസം കുട്ടനാട് താലൂക്കിന് പ്രാദേശിക അവധി അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിശോധിച്ച് തീരുമാനിക്കുന്ന. കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ എന്തിനാണ് നിയമസഭയിൽ വെച്ച് ഇത്ര വലിയൊരു നാടകം കളിച്ചത്? കുട്ടനാട്ടുകാരെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ട് ഇത്രയും തറപ്പിച്ചു പറയാൻ മാത്രം എന്ത് പ്രകോപനമാണ് അദ്ദേഹത്തിനുണ്ടായത്? വെറുതെ പറഞ്ഞതായിരിക്കും, അല്ലെങ്കിൽ സംഭവിച്ചു പോയ നാക്കുപിഴയാണ് എന്നൊക്കെ നിങ്ങൾ കരുതും. പക്ഷേ ആഴത്തിലേക്ക് ഇറങ്ങി പരിശോധിക്കുകയാണെങ്കിൽ അങ്ങനെയല്ല എന്ന കാര്യം നമുക്ക് ബോധ്യമാകും. ഒരു കാരണവശാലും കൊടുക്കില്ല. ഈ ഒറ്റ വാക്ക് കുട്ടനാട്ടിൽ ആളിക്കത്തിച്ചത് വലിയൊരു പ്രതിഷേധാഗ്നിയാണ്. 400 വർഷത്തെ പാരമ്പര്യമുള്ള ജലോത്സവത്തെ അപമാനിച്ചു എന്നാരോപിച്ച് വള്ളംകളി പ്രേമികളും DYFIയും മൂലം ജലോത്സവം ഫാൻസ് ക്ലബ്ബും തെരുവിലിറങ്ങി. പമ്പയാറ്റിലൂടെ വള്ളം തുഴഞ്ഞും മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുമാണ് കുട്ടനാട് തങ്ങളുടെ രോഷം പ്രകടിപ്പിച്ചത്. വിവാദം കൈവിട്ടു പോകുമെന്ന് കണ്ടതോടെ ഡാമേജ് കൺട്രോളിനായി UDFിൻ്റെ ക്രൈസിസ് മാനേജർ PK കുഞ്ഞാലിക്കുട്ടി രംഗത്തെത്തി. മുഖ്യമന്ത്രി പറഞ്ഞത് വള്ളംകളിയെക്കുറിച്ചല്ല, മറ്റെന്തോ കാര്യമാണെന്നായിരുന്നു ആ മുട്ടുന്യായം. അല്ല, അത് വേറൊരു കാര്യം പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സബ്ജക്റ്റിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ചോദ്യം വന്നപ്പോൾ അത് എണീറ്റെന്ന് ഉത്തരം പറഞ്ഞ് ഇരുന്നതിന് ശേഷം എന്നോടുള്ള സംസാരം തുടർന്നതാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ വിഷയം തന്നെ അല്ല എന്നാണ് എൻ്റെ ഓർമ്മ. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു കാരണവശാലും നമുക്കത് വേണ്ടെന്ന് പറഞ്ഞത് വേറൊരു സബ്ജക്റ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്നാണ് ഞാൻ പറയുന്നത്. ബാക്കി എനിക്കറിയില്ല. മുറിഞ്ഞ സംസാരമാണ്. അത് ഉടനെ ഞങ്ങൾ ഇവിടുന്ന് വാർത്തയാക്കി എന്നുള്ളൂ. അല്ലാതെ അത് കുട്ടനാട് MLAയോടെ എല്ലാം ഏറ്റവും ചുരുങ്ങിയത് എനിക്കെങ്കിലും അറിയാം. വേറെ ലോകത്തിനെ പറ്റിക്കാൻ, എന്നെ പറ്റിക്കാൻ പറ്റില്ല. പക്ഷേ ഈ വിശദീകരണം എത്രത്തോളം പൊള്ളയായിരുന്നു എന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും. കൊടുക്കില്ല എന്ന വാക്കിനെ നടക്കില്ല എന്ന് വളരെ തന്ത്രപരമായി തിരുത്തി ജനങ്ങളെ വിഡ്ഢികളാക്കാനാണ് കുഞ്ഞാലിക്കുട്ടി ശ്രമിച്ചത്. റിപ്പോർട്ടർ TVയിലെ മീറ്റ് ദ എഡിറ്റേഴ്സ് പരിപാടിയിൽ മാധു സജി ഈ കള്ളത്തരം വളരെ കൃത്യമായി പൊളിച്ചെടുക്കുന്നുണ്ട്. ഇന്ന് PK കുഞ്ഞാലിക്കുട്ടി നടത്തിയത് അക്ഷരാർത്ഥത്തിൽ ഒരു രക്ഷാപ്രവർത്തനമാണ്. എന്നോട് പറഞ്ഞുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി ആ മറുപടി ഒറ്റ വാക്കിൽ പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറഞ്ഞു എന്നാണല്ലോ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത്. എന്നിട്ട് അദ്ദേഹത്തോട് എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് മറുപടിയില്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് പറഞ്ഞുകൊണ്ടിരുന്ന നിയമസഭയിൽ ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സമയത്ത് സ്വാഭാവികമായും VD സതീശനും അദ്ദേഹവുമായി ആശയവിനിമയം പോലും ഉണ്ടായിട്ടില്ലേ? എന്താണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് നിയമസഭയിൽ ഈ സമയം, ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടുന്ന സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം PK കുഞ്ഞാലിക്കുട്ടിക്ക് ഓർമ്മയില്ല. അത് നമ്മൾ വിശ്വസിക്കണം. ഇനി കുട്ടനാട് MLAക്ക് അദ്ദേഹം മറുപടി നൽകിയതിന് ശേഷം ഇരുന്നിട്ട് അദ്ദേഹം പറയുന്നത് എന്താ? ഒരു കാരണവശാലും കൊടുക്കില്ല എന്നാണ്. PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറഞ്ഞത് എന്താ? ഒരു കാരണവശാലും നടക്കില്ല എന്നാണ്. കൊടുക്കില്ലയും നടക്കില്ലയും തമ്മിൽ പ്രശ്നമുണ്ട്. ഇനി നടക്കില്ല എന്ന് PK കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞത് അദ്ദേഹത്തിന്റെ മണ്ഡലവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യമായിരിക്കുമോ? കുഞ്ഞാലിക്കുട്ടി എന്തെങ്കിലും മുന്നോട്ട് വെച്ചൊരു ആവശ്യത്തിനാണോ? അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ഒരു സഖ്യകക്ഷി നേതാവിനോട് പറയേണ്ടത് നടക്കില്ല എന്ന് പറയണമെങ്കിൽ അതൊരു നെഗറ്റീവ് വേർഡല്ലേ? അപ്പൊ സ്വാഭാവികമായും PK കുഞ്ഞാലിക്കുട്ടിയോടാണോ അദ്ദേഹം നടക്കില്ല എന്ന് പറഞ്ഞത്? ഇനി നടക്കില്ല എന്ന് പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യമാണോ? അതോ ഇനി ധനബില്ലിൽ ഇത് നടക്കില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ അതുമല്ല. എന്താണ് പറഞ്ഞത് എന്ന് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നത്തിൽ PK കുഞ്ഞാലിക്കുട്ടി ചെന്നുപെട്ടു രക്ഷാപ്രവർത്തനം നടത്തുമ്പോൾ എന്നുള്ളതാണ്. ഒറ്റ കാര്യമേ ഞാൻ പറയുന്നുള്ളൂ, ചന്ദനം ചാരിയാലേ ചന്ദനം മണക്കൂ. കുഞ്ഞാലിക്കുട്ടിക്ക് ഇതിൻ്റെ ആവശ്യമില്ല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിൽ ഒരു ഘടകവിരുദ്ധത ആരോപിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നം സമീപകാലത്തുണ്ടായിട്ടില്ല. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ പറയുന്ന ഈ വലിയ പ്രശ്നമെടുത്ത്, ഈ ക്രെഡിബിലിറ്റി പ്രശ്നമെടുത്ത് ചുമലിൽ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. കൂട്ടുകൃഷിയാണെങ്കിൽ ശരി സാർ, നടക്കട്ടെ എന്ന് എനിക്കതിൽ പറയേണ്ടതുള്ളൂ. പിന്നെ കുഞ്ഞാലിക്കുട്ടി അല്ല ഇത് പറയേണ്ടതെന്നേ. ഇത് പറയേണ്ടത് VD സതീശനാണ് അല്ലേ? ഞാൻ എന്താണ് പറഞ്ഞത് എന്നും അത് ഈ റെജി ചെറിയാൻ ആയിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. റെജി ചെറിയാൻ എത്ര തവണ പറഞ്ഞു? മാധ്യമങ്ങൾ ചോദിക്കുമ്പോഴൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല എന്ന് പറഞ്ഞില്ല എന്നേ ഉള്ളൂ. എൻ്റെ സ്വകാര്യ ആവശ്യത്തിനല്ല എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയിൽ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകാനല്ല എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതൊരു പൊതുകാര്യമാണ്. അദ്ദേഹം അത് ഉന്നയിക്കാൻ, നിയമസഭയിൽ ഉന്നയിക്കാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ പ്രധാന ചോദ്യം ബാക്കിയാകുന്നു. എന്തിനാണ് മുഖ്യമന്ത്രി സതീശൻ ഇത്രയും വൃത്തികെട്ട രീതിയിൽ സഭയിൽ വെച്ച് പെരുമാറിയത്? എന്തുകൊണ്ടാണ് ക്യാമറകൾക്ക് മുന്നിൽ ഒരു മുഖവും ക്യാമറകൾക്ക് പിന്നിൽ മറ്റൊരു മുഖവും അദ്ദേഹം കാണിച്ചത്? ഇതിൻ്റെ ഉത്തരം കിടക്കുന്നത് ഈ വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളിയുടെ സ്വാഗത സംഘം തീരുമാനങ്ങളിലാണ് എന്നതാണ് എനിക്ക് തോന്നുന്നത്. വെറും ഊഹാപോഹങ്ങളല്ല. അക്കങ്ങൾക്കും വസ്തുതകൾക്കും ഒരിക്കലും കള്ളം പറയാൻ കഴിയില്ലല്ലോ.
നമുക്ക് ലഭ്യമായ ഡാറ്റകൾ വച്ച് കാര്യങ്ങളെ ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യാം. വള്ളംകളി പോലുള്ള വലിയ ജലോത്സവങ്ങളുടെ ഒരുക്കങ്ങൾ തുടങ്ങുന്നത് ആഴ്ചകൾക്ക് മുൻപാണ്. ഉദ്ഘാടകൻ ആരായിരിക്കണം, മുഖ്യാതിഥികൾ ആരൊക്കെ, നോട്ടീസ് അച്ചടിക്കുന്നത് തുടങ്ങി സകല കാര്യങ്ങളും തീരുമാനിക്കുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ചേരുന്ന കമ്മിറ്റികളിലാണ്. ഈ വിവാദം നിയമസഭയിൽ ഉണ്ടാകുന്നതിന് എത്രയോ മുൻപ് തന്നെ ചമ്പക്കുളത്തെ സംഘാടക സമിതി മൂലം വള്ളംകളിക്കുള്ള തങ്ങളുടെ അതിഥികളെ തീരുമാനിച്ചിരുന്നു എന്നതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ യാഥാർത്ഥ്യം. ജൂൺ 29 നടക്കുന്ന ഈ വർഷത്തെ വള്ളംകളിയുടെ ഔദ്യോഗിക പാനൽ നമുക്കൊന്ന് പരിശോധിക്കാം. ഉദ്ഘാടനം ചെയ്യുന്നത് ആരാണ്? മന്ത്രി PC വിഷ്ണുനാഥ്. മുഖ്യാതിഥി എറണാകുളം റേഞ്ച് DIG യതീഷ് ചന്ദ്ര. ചടങ്ങിൽ അധ്യക്ഷനാകട്ടെ ഇതേ വള്ളംകളിക്ക് അവധി സഭയിൽ ചോദിച്ച കുട്ടനാട് MLA റെജി ചെറിയാൻ. ഈ ലിസ്റ്റിൽ എവിടെയെങ്കിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുണ്ടോ? ഇല്ല. അതായത് കുട്ടനാട്ടിലെ ഈ മഹാമേളയിലേക്ക് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ അവർ ക്ഷണിച്ചിട്ട് പോലുമില്ല. ഇതൊരു ചെറിയ കാര്യമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. പക്ഷേ ചിന്തിച്ചു നോക്കൂ. 2026 വലിയൊരു വിജയത്തോടെ VD സതീശൻ മുഖ്യമന്ത്രിയായി അധികാരമേറ്റെടുത്ത ശേഷം വരുന്ന ആദ്യത്തെ ഓണക്കാലമാണിത്. കേരളത്തിൻ്റെ ആ ജലോത്സവ സീസണിന് വർണ്ണാഭമായ തുടക്കം കുറിക്കുന്ന 4 നൂറ്റാണ്ടിൻ്റെ ചരിത്രമുള്ള ആദ്യ വള്ളംകളിയാണ് ചമ്പക്കുളത്തേത്. ആ വലിയ വേദിയിൽ പങ്കെടുക്കുക എന്നത് ഒരു പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ലഭിക്കാവുന്ന ഏറ്റവും വലിയ ജനകീയ മൈലേജാണ്. എന്നാൽ ഇവിടെ സംഭവിച്ചതോ, മുഖ്യമന്ത്രിയുടെ സ്വന്തം മുന്നണിയിലെ MLA ആയ റെജി ചെറിയാൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന മഹത്തായ ആ ചടങ്ങിൽ തൻ്റെ ക്യാബിനറ്റിലെ മറ്റൊരു മന്ത്രിയെ ഉദ്ഘാടകനാക്കുന്നു. സ്വന്തം മുന്നണിയിൽ നിന്ന് തന്നെ നേരിടേണ്ടി വന്ന ഈ വലിയ അവഗണന മുഖ്യമന്ത്രിയുടെ ഈഗോയെ എത്രത്തോളം മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് UDFിലെ തന്നെ പലരും വിശ്വസിക്കുന്നത്. തൻ്റെ മന്ത്രിസഭയിലെ ഒരംഗത്തെ ഉദ്ഘാടകനാക്കി തന്നെ കാഴ്ചക്കാരനാക്കിയ ആ തീരുമാനത്തോട് അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നിരിക്കണം. ഈ ഒരു പശ്ചാത്തലത്തിൽ വേണം നിയമസഭയിലെ ആ വിവാദ സംഭവത്തെ നമ്മൾ നോക്കിക്കാണാൻ. തന്നെ ക്ഷണിക്കാത്ത, തന്നെ പൂർണ്ണമായും മാറ്റി നിർത്തിയ ഒരു പരിപാടി, ആ പരിപാടിയിൽ നാട്ടുകാരുടെ മുന്നിൽ ഹീറോ ആകാൻ വേണ്ടി തന്നെ അവഗണിച്ച അതേ MLA നിയമസഭയിൽ വന്ന് തന്നോടൊരു പ്രാദേശിക അവധിക്ക് അപേക്ഷിക്കുന്നു. സഭാ ചട്ടങ്ങൾക്കും ക്യാമറകൾക്കും മുന്നിൽ ഒരു മുഖ്യമന്ത്രിക്ക് പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. ആ പ്രോട്ടോക്കോളിൻ്റെ പേരിൽ മാത്രം അദ്ദേഹം പരിശോധിക്കാമെന്ന് ഔദ്യോഗികമായി പറഞ്ഞു. എന്നാൽ ആ ഔദ്യോഗിക മറുപടി പറഞ്ഞ് കസേരയിൽ ഇരുന്ന ആ നിമിഷം തൻ്റെ മൈക്ക് ഓഫാണെന്ന ധാരണയിൽ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ തിളച്ചു മറിഞ്ഞ ആ അമർഷവും ഈഗോയുമാണ് അറിയാതെ പുറത്തു ചാടിയത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ ഒരു കാരണവശാലും കൊടുക്കില്ല എന്ന് അദ്ദേഹം ഇത്രയും കടുപ്പത്തിൽ അറുത്തു മുറിച്ചു പറയാൻ കാരണവും അതുതന്നെയാണ്. അവധി നൽകുന്ന കാര്യത്തിൽ യാതൊരു ഭരണപരമായ തടസ്സങ്ങളോ സാങ്കേതിക പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല. തന്നെ ഒഴിവാക്കിയ MLAക്ക് ആ അവധിയുടെ ക്രെഡിറ്റ് കൊടുക്കില്ല എന്നൊരു രാഷ്ട്രീയക്കാരൻ്റെ വാശി മാത്രമായിരുന്നു അത് എന്ന് കരുതിയാൽ അതിലെങ്ങനെയാണ് തെറ്റു പറയാൻ കഴിയുക? ചുരുക്കത്തിൽ കുട്ടനാട്ടിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വികാരത്തെക്കാളും 4 നൂറ്റാണ്ടിൻ്റെ സാംസ്കാരിക പൈതൃകത്തെക്കാളും വലുതായിരുന്നു ഭരണാധികാരിയുടെ അധികാര ഗർവും ഈഗോയും എന്ന് വേണമെങ്കിൽ കരുതാം. താൻ ഉൾപ്പെടാത്ത ഒരു ആഘോഷവും ഈ നാട്ടിൽ വേണ്ട എന്ന ആ അഹങ്കാരത്തിനാണ് കേരള നിയമസഭ സാക്ഷ്യം വഹിച്ചത് എന്നു തന്നെ നിലവിൽ കരുതേണ്ടി വരികയാണ്.